നമുക്ക് ഷാറൂഖ് ഖാന്റെ ഒരു ഇവന്റ് സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഉയർച്ച താഴ്ചകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. 2000 മുതൽ, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 98-ലെ കുച്ച് കുച്ച് ഹോത്തായ മുതൽ 2008-ലെ രബിനെ ബനാദി ജോഡി വരെ ഷാറൂഖ് വാസ് ലിറ്ററലി ദ എംപറർ ഓഫ് ബോളിവുഡ്. ഇന്ത്യയിലും ഓവർസീസിലും ആളുടെ അത്രയും ബോക്സ് ഓഫീസ് പവറുള്ള ഒരാളില്ലായിരുന്നു. ഇതേ കാലയളവിൽ അദ്ദേഹത്തിന്റെ കണ്ടംപററിയായ സൽമാൻ ഖാന് ഹിറ്റുകളേക്കാൾ ഫ്ലോപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആമിർ ഖാൻ ഓൺ ദി അതർ ഹാൻഡ് ലഗാൻ, ദിൽ ചാഹത്താ ഹൈ, മംഗൾ പാണ്ഡെ പോലുള്ള ക്വാളിറ്റി സിനിമകൾ തരുന്നുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ ഷാറൂഖ് ഖാന്റെ പിറകിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെയും സ്ഥാനം. എന്നാൽ ഔട്ട് ഓഫ് നോവർ 2008-ൽ ഇതേ ആമിർ ഖാൻ ഒരു തമിഴ് സിനിമയുടെ റീമേക്കുമായി വന്ന് ബോളിവുഡിലെ അല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 100 crore ഡൊമസ്റ്റിക് കളക്ഷൻ നേടി ചരിത്രം കുറിച്ചു. തൊട്ടടുത്ത വർഷം 2009-ൽ മറ്റൊരു സൗത്ത് റീമേക്കുമായി സൽമാൻ ഖാനും വന്നു. അതൊരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ആയില്ലെങ്കിലും വീണ് കിടന്നിരുന്ന സൽമാൻ ഖാൻ കരിയറിനെ അത് റിവൈവ് ചെയ്തു. എന്നാൽ തൊട്ടടുത്ത വർഷം 2010-ൽ ആദ്യമടിച്ച അടിയേക്കാൾ 10 ഇരട്ടി പ്രഹരശേഷിയുള്ള രണ്ടാമതൊരു അടി അദ്ദേഹം ബോക്സ് ഓഫീസിന് കൊടുത്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സൽമാൻ ഖാനും ആമിർ ഖാനും മാറി മാറി 100 കോടി, 150, 200, 250, 300 കോടി എന്നിങ്ങനെ നേടുകയായിരുന്നു. എന്നാൽ ഇതേ കാലയളവിൽ ഏതാണ്ട് 2013 വരെ ഷാറൂഖ് സിനിമകൾ ഡീസന്റ് കളക്ഷൻ നേടുകയും പോസിറ്റീവ് റിവ്യൂസ് നേടുകയും ചെയ്തിരുന്നു. മീൻസ് ഹി വാസ് സ്റ്റിൽ ഇൻ ദ റേസ്. എന്നാൽ 2014-ലെ ഹാപ്പി ന്യൂ ഇയർ മുതൽ അദ്ദേഹത്തിന്റെ കരിയർ താഴേക്ക് പതിച്ചു തുടങ്ങി. 2018-ലെ സീറോ എന്ന സിനിമ അതിലേക്കുള്ള അവസാന ആണിയും അടിച്ചു. ശേഷം 5 വർഷത്തെ ഹൈബർനേഷൻ. അതിനുശേഷം 2023-ൽ അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തി. ആ തിരിച്ചുവരവിൽ തെറിച്ചു പോവാത്തതായി ഒരൊറ്റ റെക്കോർഡും ബാക്കിയുണ്ടായിരുന്നില്ല. 387 കോടി എന്ന ദംഗലിന്റെ ഒരു ഹിന്ദി സിനിമയുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ. അതിനുശേഷം ഹിന്ദി സിനിമ ഒരിക്കലും തൊടാത്ത 400 crore എന്ന മൈൽ സ്റ്റോൺ. ശേഷം 450 കോടി, 500 കോടി. ഇതിന്റെ ഒക്കെ മുകളിലായി ബാഹുബലി 2 എന്ന ഡബ്ഡ് സിനിമ കുറിച്ചിട്ട ഹിന്ദി വെർഷന്റെ ഹയസ്റ്റ് കളക്ഷനായ 510 കോടിയും മറികടന്ന് അവിടം കൊണ്ടും അവസാനിപ്പിക്കാതെ 543 കോടി രൂപ കളക്ട് ചെയ്താണ് കളം വിട്ടത്. എന്നാൽ തന്റെ സാമ്രാജ്യം വീണ്ടെടുത്ത രാജാവ് അതേ വർഷം വീണ്ടും വന്നു ജവാൻ എന്ന സിനിമയിലൂടെ. മുൻപ് ബാക്കി വെച്ച 550 കോടി, 600 കോടി, അതിനും മേലെ 643 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടി. ആൻഡ് ഹി പ്രൂവ്ഡ് ദാറ്റ് വൺസ് എ കിങ് ഈസ് ഓൾവേസ് എ കിങ്.